ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കൂട്ടായ്മയെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പൗലോസ്ലീഹ തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 11b-യിലും 12-ലുമായി പറഞ്ഞു വെക്കുക, അവനവൻ്റെ കാര്യം കൂടി ശ്രദ്ധിക്കണമെന്നാണ്. ഇന്ന് പ്രേക്ഷിത പ്രവർത്തനം എന്ന നിലയിൽ രാപകൽ അധ്വാനിക്കുന്നവരുണ്ട്. തൻ്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കാതെ അതൊരു വലിയ സന്തോഷമായി കണ്ട് മുന്നേറുന്നവരുണ്ട്. പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, അന്യരുടെ മുമ്പിൽ നിങ്ങൾ നന്നായി നടക്കുന്നതിനും. അപ്പോൾ നമ്മൾ എങ്ങനെയായാലും കുഴപ്പമില്ല, ആത്മാവിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ. അന്യരുടെ മുമ്പിൽ നിങ്ങൾ നന്നായി നടക്കുന്നതിനും നിങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാകാതിരിക്കാനുമാണിത്. ഏത്? 2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നന്നായി നടക്കുന്നതിനും നിങ്ങൾക്കൊന്നിനും കുറവുണ്ടാകാതിരിക്കാനുമാണിത്. എന്താണ് കാര്യം? 11b-യിൽ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ശാന്തരായി ജീവിക്കുവാൻ ഉത്സാഹിക്കുവിൻ. ബഹളങ്ങളിലൂടെയല്ല നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തേണ്ടത്. ദൈവ തിരുമനസ്സിൽ അഭയം പ്രാപിച്ച് ശാന്തരായി ജീവിതം ക്രമപ്പെടുത്തണം. ജീവിക്കുവാൻ ഉത്സാഹിക്കുവിൻ, മടിപിടിച്ചിരിക്കരുത്. നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കണം. അത് പറഞ്ഞു വച്ചല്ലോ, ഒന്നിനും കുറവുണ്ടാകാതിരിക്കുവാൻ, മറ്റുള്ളവർ അന്യരുടെ മുമ്പിൽ നന്നായി നടക്കാൻ. രണ്ടാമതായി പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾ സ്വന്തം കാര്യത്തിൽ തൽപരരാകുവിൻ. അവനവൻ്റെ കാര്യത്തിൽ അവനവന് താല്പര്യമുണ്ടാകണം. വിവാഹപ്രായമെത്തി, വിവാഹം പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകരുത്. വിവാഹം കഴിച്ചു ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുവാൻ വരട്ടെ, ജോലി കിട്ടട്ടെ, വീടുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നീട്ടിവയ്ക്കരുത്. അതുകൊണ്ടാണ് പറയുക, നിങ്ങളുടെ തലമുറകൾക്ക്, നിങ്ങൾക്ക് നല്ല പ്രായത്തിൽ കുട്ടികൾ ജനിക്കുമ്പോഴാണ് അവരുടെ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉത്സാഹത്തോടെ ഓടി നടന്ന് പല കാര്യവും ചെയ്തു കൊടുക്കുവാൻ സാധിക്കുക. പ്രായമായി കഴിഞ്ഞ് കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാനോ അവരുടെ കലാനുസൃതമായ ജീവിതത്തിന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുവാനോ നമുക്ക് സാധിക്കാതെ പോകും. അതുകൊണ്ട് അവനാഴിയിൽ അസ്ത്രങ്ങൾ ഉണ്ടാവുക, അത് നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ നിങ്ങളുടെ മക്കൾ ഉണ്ടായിരിക്കുക. ഇതൊക്കെ സങ്കീർത്തനങ്ങളിലൂടെ നമ്മൾ അരുളി ചെയ്യുന്നതാണ്. യൗവനത്തിൽ തന്നെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിച്ച് വിവാഹം കഴിച്ചവർ, വിവാഹം ജീവിതം നയിക്കുന്നവർ തങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങൾ പരസ്പരം ദാനം ചെയ്ത് സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളായി ദൈവ ഛായയിലും സാദൃശ്യത്തിലും ജനിച്ച കുട്ടികൾ ലോകത്തിനും സമൂഹത്തിനും കുടുംബത്തിനും അനുഗ്രഹമായി തീരുവാനും വരും തലമുറകൾക്ക് അവർ വഴി ഒരു അനുഗ്രഹമായി തീരുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. സ്വന്തം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധാലുക്കളാകുവിൻ. സ്വന്തം കൈകൊണ്ട് നിങ്ങൾ അധ്വാനിക്കുവിൻ. മറ്റുള്ളവരുടെ ഒന്നും പ്രതീക്ഷിക്കുകയല്ല. നിങ്ങൾക്ക് അധ്വാനിക്കുവാൻ ദൈവം ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ അധ്വാനിക്കണം. കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ കഴിവുകൾ ഉപയോഗിക്കണം. നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കരുത്. അത് നമ്മുടെ ജീവിതത്തിന് തകർച്ചകൾ ഉണ്ടാകും. മറ്റുള്ളവരുടെ മുമ്പിൽ നന്നായി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. പ്രിയ സഹോദരങ്ങളെ, ദൈവം തന്ന ചിന്തകൾ പൗലോസ്ലീഹായിലൂടെ
തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4 അധ്യായം 11b-യും 12-ഉം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ദൈവം തന്ന സാഹചര്യത്തിലൂടെ നമുക്ക് പിടിച്ചു കയറുവാൻ ദൈവം തരുന്ന ഒരു വഴിയാണെന്ന് മനസ്സിലാക്കി കിട്ടുന്ന സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകണം. സമയമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പല ഒഴിവുകഴിവുകളുണ്ട്, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുമ്പോഴും ചില ഒഴിവുകഴിവുകളുണ്ട്. നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഗ്ലാസ്സിൽ നമ്മൾ കുറച്ച് മിറ്റിലും 3/4 ഇഞ്ചും 1/4 ഇഞ്ചും 1/2 ഇഞ്ചും ഒക്കെയുള്ള മിറ്റിലുകൾ നിറച്ച് വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് പിന്നെ സ്ഥലമില്ല. എന്നാൽ ചെറിയ മണൽത്തരികൾ അതിലേക്ക് ഇട്ടാൽ ഈ കല്ലുകളുടെ ഇടയിലൂടെ അത് ഇറങ്ങിച്ചെല്ലും. നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈ ഗ്ലാസ് നിറച്ച് വെച്ചിരിക്കുകയാണ്. എനിക്കത് ചെയ്യാനുണ്ട്, കുട്ടികളുടെ കാര്യം നോക്കാനുണ്ട്, വീടിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട്, പ്രാർത്ഥിക്കാൻ പോകണം, ഡാൻസിന് പോകണം, പാട്ട് പഠിക്കാൻ പോകണം, ഇങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി സമയമുണ്ട്. എന്നാൽ ദൈവം പറയുന്നു, നിൻ്റെ പല കാര്യങ്ങളും, നീ ഉപേക്ഷ വെച്ചിരുന്ന പല കാര്യങ്ങൾക്കും നീ ഉപയോഗിക്കണം. ആ ഗ്ലാസ്സിലേക്ക് ഈ മണൽത്തരി ഇട്ട് കൊടുക്കുമ്പോൾ ആ കല്ലുകളുടെ ഇടയിലൂടെ അത് താഴത്തേക്ക് ഇറങ്ങും. സമയമില്ല എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തിൻ്റെ അകത്ത് വീണ്ടും സ്ഥലം ധാരാളമുണ്ട്. അതിലേക്ക് ജലം ഒഴിച്ചു കൊടുത്താൽ വീണ്ടും അത് അവിടെ കൊള്ളുകയാണ്. അപ്പോൾ ജലവും ചെന്നു, അതുപോലെ തന്നെ ചെറിയ മണൽത്തരികളും അവിടെ എത്തി. ശ്രമിച്ചാൽ നമുക്ക് സമയമുണ്ട്, ശ്രമിച്ചാൽ നമുക്ക് കഴിവുകളുണ്ട്. അതുകൊണ്ടാണ് പറയുക, നിങ്ങൾ ശാന്തരായി ജീവിക്കുക, ബഹളത്തിലല്ല. മനസ്സിനെ ശാന്തപ്പെടുത്തി, ജീവിതങ്ങളെ ക്രമപ്പെടുത്തി, ടൈം ടേബിൾ ഉണ്ടാക്കി ജീവിക്കാൻ തയ്യാറാകണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ശാന്തരായി ജീവിച്ച് അവനവൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നന്നായി നടന്ന് ഒന്നിനും കുറവില്ലാത്തവരായി തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനെ പരിശ്രമിക്കാം. ത്രിയേക ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.